ഒരു ചെറിയ അശ്രദ്ധ മൂലം ഒരു ജീവൻ. ഞാൻ വർക്ക് ചെയ്യുന്നതേ മുംബൈയില് ധാരാവിക്ക് തൊട്ടടുത്തുള്ള ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ്. അപ്പൊ ഈ അടുത്ത് ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി മണ്ണെണ്ണ കുടിച്ചിട്ട് അഡ്മിറ്റ് ചെയ്യണ്ടായിരുന്നു. ഈ വീട്ടുകാര് മണ്ണെണ്ണ നിറച്ചു വെച്ചിരുന്നത് ഒരു പെപ്സിയുടെ ബോട്ടിലാണ്. ഈ വീട്ടുകാരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവരുടെ വീട്ടില് ഈ ഒരു ബോട്ടില് കുറച്ച് ഉയരത്ത് കയറ്റി വെക്കാനോ അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് ഭദ്രമായിട്ട് വെക്കാനോ എന്നുള്ള ഷെൽഫോ കാര്യങ്ങളൊന്നുമില്ല. അവർ താമസിക്കുന്നത് ഒരു ഒറ്റമുറി വീട്ടിലാണ്. സാധാരണ ആയിട്ട് ഇങ്ങനെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ മണ്ണെണ്ണ ഒക്കെ കുടിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പെട്ടെന്ന് ചുമ അല്ലെങ്കിൽ തരിപ്പുപോലൊക്കെ വരാറുണ്ട്. അങ്ങനെ ഈ മണ്ണെണ്ണ കുറച്ച് ശ്വാസനാളത്തിലോട്ട് പോയിട്ട് ന്യൂമോണിയ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനാണ് നമ്മൾ കെമിക്കൽ ന്യൂമോണൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കുട്ടിക്കും കെമിക്കൽ ന്യൂമോണൈറ്റിസ് വന്നു. സാധാരണയായിട്ട് ഇത്തരം കുട്ടികളിൽ അത്ര കണ്ടീഷൻ അത്ര സീരിയസ് ആവാറൊന്നുമില്ല. പക്ഷെ ഈ കുട്ടി കുറച്ച് പോഷകക്കുറവും ആരോഗ്യക്കുറവൊക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പൊ ഈ കുട്ടിക്ക് കെമിക്കൽ ന്യൂമോണൈറ്റിസ് വരികയും ഇൻഫെക്ഷൻ കാരണം ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ ഇത്തരം മണ്ണെണ്ണ, ഡീസൽ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അതൊക്കെ കുട്ടികൾക്ക് മാക്സിമം കിട്ടാത്ത സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിച്ചു വെക്കേണ്ടതാണ്.